സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ത്രൂ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എണ്ണം എന്ന് പറയുന്നത് ഇത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതിൽ അധികമായിട്ടുള്ള സാഹചര്യമാണ് അല്ലെ. വലിയ കോർപ്പറേറ്റ് കമ്പനീസ് മുതൽ ചെറിയ ഇൻഡസ്ട്രീസ് കൂടാതെ നോർമൽ സോഷ്യൽ മീഡിയ യൂസേഴ്സ് വരെ അവരുടെ സർവൈവലിന് വേണ്ടി ആവശ്യമായ ഇൻകം ഈ പ്ലാറ്റ്ഫോം ത്രൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഏതാണ് മാർക്കറ്റിംഗിന് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. So, I am Shantlan here. Welcome back to another super exciting episode of Unlearn powered by Adsomia. Facebook, Instagram, YouTube, TikTok, LinkedIn, Twitter, Snapchat എന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഈ പറഞ്ഞ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വളരെ എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ റിസൾട്ട്സ് ഓറിയന്റഡ് ആണ് അതിൻ്റെതായ രീതിയിൽ. എന്നാൽ പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? അവരുടെ ബിസിനസിന് വേണ്ടി അവർ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഹാങ് ഔട്ട് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ വർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണ്. നമുക്ക് ഏകദേശം നമ്മളൊരു സോഷ്യൽ മീഡിയസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആയിരുന്നല്ലേ. ഫേസ്ബുക്കിൽ നിന്ന് ടീനേജ് ഗ്രൂപ്പ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കുറച്ചധികം കുറവാണ് കമ്പാരിറ്റീവ്ലി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രൊഫഷണലി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ആക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ അതിലും ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ് ആക്റ്റീവ് എന്ന് പറയാം. ടീനേജിന് പുറത്തുള്ള ആൾക്കാരാണ് അധികമായും ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഹാങ് ഔട്ട് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ഫോട്ടോസ്, അതുപോലെ തന്നെ ലിങ്ക്സ്, ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആൻഡ് ലൈവ് വീഡിയോസ് ഇതൊക്കെയാണ്. നിലവിലെ ഗ്രാഫ് അനുസരിച്ച് ഇങ്ങനെയാണ് ഫേസ്ബുക്കിന്റെ പാത്വേ. ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായി നിങ്ങളുടെ ബിസിനസ്സിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലോക്കൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അഡ്വർടൈസിംഗ്, റിലേഷൻഷിപ്പ് ഇതൊക്കെ മെയിൻ സ്ട്രാറ്റജീസ് ആയി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് വിൽ ഹെൽപ് ഡെഫിനറ്റ്ലി. ഒരു സമയത്ത് ആരും അധികം എൻഗേജ് ആവാതിരുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് കൂടി ഇതിനെ പറയണം കേട്ടോ. ഇന്ന് പക്ഷേ ഏറ്റവും എൻഗേജ്മെന്റ് വാല്യൂ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് യൂട്യൂബ്. യൂട്യൂബിന് വളരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രായഭേദമന്യേ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും ഒരു 18 മുതൽ 35 വയസ്സ് വരെ ഉള്ളവരെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി കാണപ്പെടുന്ന അല്ലെങ്കിൽ എൻഗേജ് ആയി കാണാവുന്നതാണ്. യൂട്യൂബിൽ കൂടുതൽ ഹൗ ടു അല്ലെങ്കിൽ വാട്ട് എന്ന ക്വസ്റ്റ്യൻ ടാഗ് റിലേറ്റഡ് സെർച്ചസ് ആണ് കണ്ടുവരാറ് കൂടുതലായി. അതുപോലെ തന്നെ വെബിനാർസ് ആൻഡ് കൈൻഡ് ഓഫ് എക്സ്പ്ലെയിനേഴ്സ്, അതുപോലെ തന്നെ എന്റർടൈനിങ് സ്റ്റെപ്സ് എല്ലാം നന്നായി വർക്ക്ഔട്ട് ആകുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ്. ഇവിടെ ഓർഗാനിക് വേയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട്സ് ഉണ്ടാക്കാൻ കഴിയും. ദെൻ അഡ്വർടൈസിംഗ് തുടങ്ങിയ സ്ട്രാറ്റജീസ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു എഫക്റ്റീവ് പ്ലാറ്റ്ഫോം ആണ് യൂട്യൂബ്. Then we are diving to Instagram. Normally 18 to 30s റേഞ്ചിലുള്ള ആളുകൾ വളരെ വൈഡായി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റയിൽ നിങ്ങളുടെ പേർപ്പസിനായി ഹെൽപ്ഫുൾ ആവുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് എന്ന് പറയുന്നത് കുറച്ച് ഇൻസ്പിറേഷണൽ ആൻഡ് അഡ്വഞ്ചർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഫീച്ചേഴ്സ് ആൻഡ് പോൾസ് ഇങ്ങനെയുള്ള കോണ്ടന്റ്സ് ആണ് കുറച്ച് എഫക്റ്റീവായി വർക്ക് ആവുന്നത് ഈയിടെയായി ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. സ്ട്രാറ്റജീസ് വേസ് വർക്ക് ഇൻ ഇൻസ്റ്റഗ്രാം ഈസ് ഇ-കൊമേഴ്സ്, ഓർഗാനിക്, ദെൻ ഇൻഫ്ലുവൻസർ, ബട്ട് ദ പ്രോബ്ലം ഈസ് ദ കോസ്റ്റ് ഓഫ് ആഡ് ഈസ് ഹൈ. Then next one is Twitter, otherwise X. 25 to 30 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അതിനുശേഷം ഓൾമോസ്റ്റ് 36 to 49 റേഞ്ചിലുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നതായി കാണപ്പെടുന്നത്. മോസ്റ്റ്ലി ട്വിറ്ററിൽ ഹാങ് ഔട്ട് ചെയ്യുന്നതായി കാണുന്നത് അല്പം വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. മെയിൻ ആയിട്ട് ട്വിറ്ററിൽ വർക്ക് ആവുന്നതെന്ന് പറയുന്ന കോണ്ടന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ട്വിറ്റർ ആഡ്സ് അങ്ങനെ അധികം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. Then LinkedIn. ജോബ് സീക്ക് ചെയ്യുന്നവരും ജോബ് പ്രൊവൈഡേഴ്സും അങ്ങനെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഫുള്ളി ഒരു പ്രൊഫഷണൽ നേച്ചറാണ് മൊത്തത്തിൽ അവിടെ. എന്നാൽ അവിടെ ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് സ്റ്റെപ്സ് എല്ലാം വർക്ക്ഔട്ട് ആവുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇന്ന്. എങ്കിൽ തന്നെയാലും ലോങ് ഫോം കോണ്ടന്റ്സ് ആൻഡ് കോ വാല്യൂസ് ആണ് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത് മെയിൻ ആയിട്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ടിക്ടോക്കിൽ ഓൾമോസ്റ്റ് 60% ഫീമെയിൽസ് ആണ് ഹാങ് ഔട്ട് ചെയ്യുന്നത്. ഏജ് കാറ്റഗറി മോസ്റ്റ്ലി 10 to 19. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് മെയിൻലി എന്റർടൈൻമെന്റ്, ഹ്യൂമർ ആൻഡ് ചാലഞ്ചസ് ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് മെയിൻ ആയി. ഇവിടെ യൂസ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ് ലൈക്ക് സീരിയസ് കോണ്ടന്റ് അങ്ങനെയൊക്കെയാണ്. മോസ്റ്റ്ലി ഒരു 13 to 17 ഏജ് ഗ്രൂപ്പിലുള്ളവരും അതുപോലെ തന്നെ ഒരു 25 to 34 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് സ്നാപ്ചാറ്റ്. ചുരുക്കം പറഞ്ഞാൽ ടീം കാറ്റഗറി ഡോമിനേഷൻ കൂടുതലുള്ള ഒരു ഏരിയ ആയിട്ടാണ് സ്നാപ്ചാറ്റിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. The types of content mainly work in Snapchat is silly, feel good, trends related ആയിട്ടുള്ള സ്റ്റഫ്സ് ആണ് മെയിൻ ആയി വർക്ക് ആവുന്നതായിട്ട് ഈ ഇടയായി കാണുന്നത്. Strategies we can work on this platform is video ads, location based marketing and app marketing. ആനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ സ്പേസിലും എന്തൊക്കെ തരത്തിലുള്ള കോണ്ടന്റ് ആണ് വർക്ക് ആവുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് വർക്ക് ആവുന്നത് എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ? മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഏതാണ്, എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഹെൽപ്ഫുൾ ആകുന്ന പ്ലാറ്റ്ഫോം ഏതാണ്, എന്ത് സ്ട്രാറ്റജീസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഇനിയും കിട്ടാനായി നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ അവർ ഇൻസ്റ്റാഗ്രാം പേജ്. So we will meet again with another video. Till then, stay tuned and it's me Shantlan signing off. Thank you so much for watching.